ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ അപമാനമാണ് അമേരിക്ക റഷ്യയോട് കാണിച്ചത്. അതായത് കംപ്ലീറ്റ് ഹ്യൂമിലിയേഷൻ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ പത്രങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 റഷ്യൻ ഷിപ്പുകൾ, ഒന്ന് അവരുടെ ഫ്ലാഗ് ഉള്ളത്, ബാക്കിയെല്ലാം ഷാഡോ ഷിപ്പ്, മറ്റേ പനാമയിലും മറ്റു പലയിടത്തും. പക്ഷേ അതെല്ലാം ഷാഡോ ഷിപ്പ്, വെസൽസ്, ടാങ്കർ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാകാം. ഒന്ന് വെനൂസിലേന്ന് ക്രൂഡ് എടുക്കുന്നത്. 4 അമേരിക്ക പിടിച്ചോണ്ട് പോയത്. കേരളത്തിൽ ഞാൻ റഷ്യയെ പറ്റി പറയുമ്പോൾ അവർ തകർന്നു. അവർക്ക് ഈ പഴയ ഒരു സെക്കൻഡ് വേൾഡ് പവർ എന്നുള്ള സംഭവമില്ല, അവരുടെ ഡിഫൻസ് ഫോഴ്സ് തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വിശ്വാസം വരുന്നില്ല. ഇപ്പൊ ഇന്നത്തെ പുടിൻ പറഞ്ഞു, റഷ്യൻ ഡിഫൻസ് പറഞ്ഞു ഒരു അന്തർവാഹിനി വിടുന്നു അത് എടുത്തുകൊണ്ട് വരാൻ. ഒരു കുന്തവും നടക്കത്തില്ല അമേരിക്കയുടെ മുമ്പിൽ. അമേരിക്ക സൂപ്പർ ഡൂപ്പർ പവറായി മാറി. റഷ്യക്ക് അനങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇതിന്റെ റീസൺ എന്തുവാ? ഉക്രൈൻ റഷ്യ യുദ്ധം. അതിനകത്ത് റഷ്യ ദാരുണമായിട്ടാണ് തകർന്നു പോയത്. 4 ലക്ഷം പട്ടാളക്കാര് റഷ്യയുടെ ഭാഗത്തു നിന്ന് അവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആകുകയോ ചെയ്തു. അതേപോലെ തന്നെ റഷ്യൻ ഏവിയേഷൻ, എയർഫോഴ്സ്, റഷ്യൻ വെസലുകൾ, നേവിയുമായിട്ട് ബന്ധപ്പെട്ട വെസലുകൾ, ഇതെല്ലാം തകർത്ത് തരിപ്പണമായി, പലതൊന്നും ഇല്ലാതായി പോയി. ഇനി അവർക്ക് ആകെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമേ ഉള്ളൂ. അതിനും പരിമിതികളുണ്ടെന്നാണ് പറയുന്നത്. അതവർ അവിടുന്ന് എടുത്ത് ബെലോറൂസിലോട്ട് മാറ്റിയേക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. അതാണ് ഞാൻ പറഞ്ഞ യൂണിപോളാർ വേൾഡ്. അമേരിക്ക മാത്രമേ ഉള്ളൂ. ആർക്കും തൻ്റെ ചോദ്യം ചെയ്യാൻ, ഒരു രാജ്യത്തിനും ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല. വെനസ്വേല, റഷ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അവരുമായിട്ട് ഏറ്റവും ബന്ധമുള്ള രാജ്യം. അവരുടെ എക്യുപ്മെൻസും അതും ഇതും ഒക്കെ ചൈനയുടെ, റഷ്യയുടെയാണ് ഏറ്റവും കൂടുതൽ റഷ്യയുടെയാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു പ്രതിഷേധം. റഷ്യയുടെ സ്വന്തം അവരുടെ ഷാഡോ ഷിപ്പും മറ്റുള്ള ഷിപ്പും 4 കൊണ്ടുപോയിട്ട് അത് വിടും ഇത് വിടും, ഒരു പുല്ലും നടക്കത്തില്ല. അമേരിക്ക റഷ്യ എങ്ങനെ പൊടിച്ച് നാശമാക്കി കളഞ്ഞ്. റഷ്യ ഇങ്ങനെ ഇത് വിഡ്ഢിത്തരം കാണിച്ചാണ് വ്ളാദിമിർ പുടിൻ. ഇതെങ്ങനെങ്കിലും ആ സമയത്ത് നിർത്തണം. ഇപ്പോഴാണ് അയാൾ എങ്ങനെങ്കിലും നിർത്തണമെന്നും പറഞ്ഞ് നടക്കുന്നത്. ഇതാണ് റഷ്യയുടെ സ്ഥിതി. ഇറാൻ റഷ്യയുടെ വലിയ അലയൻസ് പാർട്ട്ണറാണ്. വെനസ്വേല എല്ലാം നടന്നു ഇല്ല. ഇറാൻ എല്ലാം നടന്നു ഇല്ല. സിറിയ എല്ലാം നടന്നു ഇല്ല. അത് കഴിഞ്ഞ് നിങ്ങൾ വെനസ്വേല എടുത്ത് നോക്ക്. ചൈനയുടെ വെടിതീർത്തുകളെയും ഈ സംഭവം. ചൈന 100-150 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓയിൽ എക്സ്പ്ലോറേഷനും പരിപാടികളൊക്കെ തുടങ്ങിയതാണ്. ചൈനീസ് കമ്പനികളാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മുഴുവനും ചൈനയാണ് കൊണ്ടുപോകുന്നത്. കാരണം ചൈനയ്ക്ക് എപ്പോഴും എനർജി ആവശ്യമാണ്. പുതിയ ലോകത്തും, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ എനർജി ആവശ്യമാണ്. ഇനി ചൈന വീണ്ടും വെനസ്വേല ഓയിൽ അവിടുന്ന് മുഴുവൻ അവർ ഔട്ടായി. അവരിപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ചൈനയുടെ റിഫൈനറികൾ ഇറാനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൂടെ. അപ്പോൾ ഇറാനും കുറച്ച് ദിവസം കഴിയുമ്പോൾ അമേരിക്കയുടെ കൺട്രോളോ. ഇതാണ് പറഞ്ഞത് യൂണിപോളാർ വേൾഡാണ്. അമേരിക്കയാണ് ഭരിക്കുന്ന ലോകത്തെ. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം പല വീഡിയോയിലായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയെ ചലഞ്ച് ചെയ്യരുത്. അവർ 10, 20, 50 കൊല്ലം അവരായിരിക്കും മുമ്പിൽ. അവരെ ചലഞ്ച് ചെയ്താൽ വലിയ പാടാണ് മുന്നോട്ട് പോകാൻ. പുട്ടിൻ ഇപ്പോൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഒരു കുന്തവും ചെയ്യത്തില്ലെന്ന് പറഞ്ഞത്. കാരണം പഴയ സോവിയറ്റ് യൂണിയൻ അല്ല ഇന്നത്തെ റഷ്യ. റഷ്യക്ക് ആ പവറില്ല. അവർക്ക് ടെക്നോളജി വൈസ് വളരെ വളരെ പുറകിലാണ് അവർക്ക് എല്ലാ കാര്യത്തിലും. അമേരിക്കയുടെ നേവിയുമായിട്ട്, നേവൽ ഫോഴ്സുമായിട്ട്, അമേരിക്കൻ എയർഫോഴ്സ് ഗ്ലോബലാണ് മുഴുവനും. ഇത്രയും ബേസ് ഉണ്ട് അവർക്ക് ലോകത്ത് മുഴുവനും. ലോകരാജ്യങ്ങളെല്ലാം അവരുടെ പുറകെ പോകുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ റഷ്യയുടെ പോയി എല്ലാവരും റഷ്യയിൽ വിട്ടുമാറിയിട്ട് റഷ്യ ഉക്രൈൻ സമയത്ത് പഴയ USSR റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ, മാറിപ്പോയ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ കൂടെ, അവരെല്ലാം പിന്നെ തിരിച്ച് അമേരിക്കയുടെ കൂടെ ഇല്ല അങ്ങോട്ട് സഖ്യത്തിന് പോയതിൻ്റെ കാര്യമെന്ന്. കാരണം അവർക്ക് പിടി കിട്ടി. റഷ്യക്ക് ഇനി സർവൈവ് ചെയ്യാൻ പാടാണ് ഗ്ലോബൽ ഒരു പവറായിട്ട്. 2ാം ശക്തിയായിട്ട് ചൈന കയറി വരികയാണ്.
ഈ അമേരിക്ക റഷ്യൻ വെസൽസ് കൊണ്ടുപോയത്, അതായത് ഇന്റർനാഷണൽ റൂട്ടിൽ നിന്ന് ഈ വെസൽസ് എടുത്തുകൊണ്ട് കൊണ്ടുപോയി. ഇതിനകത്ത് എന്ത് പാഠമാണ് ലോകത്തിന് തരുന്നത്? ലോകത്തിലെ സൂപ്പർ പവറായ അമേരിക്ക കഴിഞ്ഞ ഏറ്റവും വലിയ സൂപ്പർ പവറായ റഷ്യയുടെ ഷിപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. അതാണ് ആ ചോദ്യം. ഞങ്ങളത് കൊണ്ടുപോകും, നീ ചെയ്യാവുന്ന ചെയ്യ്. അത് ഞങ്ങൾ കൊണ്ടുപോകും. വേറെ ആരെങ്കിലും ഇതുപോലെ അവർക്ക് താല്പര്യമില്ല എങ്കിൽ, ഇതേപോലെ ഇല്ലീഗലാണെങ്കിൽ, സാങ്ഷൻ ഇമ്പോസ് ചെയ്ത രാജ്യത്ത് നടക്കുന്ന ഷാഡോ ഷിപ്പ് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുകയാണ്, ഇന്ത്യക്ക് താക്കിയതാണ്, അതവർ കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽ. അവരത് റഷ്യയോട് ചെയ്താൽ അവർ ലോകത്ത് ഏത് രാജ്യത്തോടും ചെയ്യും. ട്രംപ് ഈ പറയുന്ന ഫ്രണ്ടാണ്, അതാണ്, ഇതിലൊന്നും യാതൊരു കാര്യമില്ല. അമേരിക്കയുടെ അൾട്ടിമേറ്റ് എയിമാണ് അവരത് നടപ്പിലാക്കും, ലോകത്തെവിടെയും നടപ്പിലാക്കും. അതാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം. അവരുടെ ഡിപ്ലോമസി, ഈ സ്ട്രാറ്റജി, അതും ഇതും എത്ര കുഴഞ്ഞു മറിഞ്ഞ സംഭവത്തിൽ അവരത് ഉണ്ടാക്കിയെടുക്കും, അവരവരുടെ കാര്യം നേടും. കാരണം അതാണ് ഈ അമേരിക്കയെ പറ്റി പഠിക്കണമെന്ന് മനസ്സിലാക്കണം. അത് പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ് ഈ പുട്ടിൻ ഇതൊക്കെ പറഞ്ഞു? എന്തുകൊണ്ടാണ് മിണ്ടാൻ പോലും കഴിയാത്തത്? ഇന്ത്യയുടെ 4 വെസൽസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എങ്ങനെയാണ് റഷ്യ വല്ലാത്ത രീതിയിൽ ഐസൊലേറ്റഡ്, ഹ്യൂമിലിയേറ്റഡ്, അതായത് ഒന്നുമല്ല, റഷ്യ ഈ ലോകത്തൊന്നുമല്ല എന്ന് അമേരിക്ക കാണിച്ചു കൊടുത്തു. അമേരിക്കൻ സാങ്ഷനെ വെല്ലുവിളിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ അവർ ഇല്ലാതായിക്കളെ. പിന്നെ ഒരു ട്രേഡാണ് ഈ ബേസിക്കലി. ഈ ഷാഡോ ആണെങ്കിൽ ഇതൊക്കെ ട്രേഡാ, ഗ്ലോബലായിട്ട് എനർജി പോകുന്ന ട്രേഡാ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം. നേരത്തെ എങ്ങനെയാണ് ഒരു റഷ്യൻ ഷിപ്പ്, കാരണം അവർക്ക് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി മിസൈൽസും പരിപാടിയും കൊണ്ടുവരുന്ന സംഭവം പിടിച്ചങ്ങ് എടുത്തുകൊണ്ട് പോയി. റഷ്യ മിണ്ടിയില്ല. റഷ്യക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ലാത്തതിൻ്റെ കാരണം അവർ റഷ്യ ഉക്രൈൻ വാറിൽ അവർ പ്രൂവ് ചെയ്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു തുക്കട രാജ്യമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പാടാ. അതാണ് ആ സ്ഥിതി. അവിടെയാണ് അവർ അമേരിക്കയുടെ ഡയറക്റ്റ് ഫൈറ്റിന് വന്നിട്ട് തീർത്ത് കളയും. ലോകത്തെല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രുക്കളായി. അതുകൊണ്ടാണ് പറഞ്ഞത് റഷ്യയുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോവുക. പക്ഷേ റഷ്യൻ എക്യുപ്മെൻസും സംഭവങ്ങളും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കോളാം, അമേരിക്ക നമ്മൾ ഒറ്റപ്പെടുക്കും. അമേരിക്ക മാത്രമല്ല, യൂറോപ്പിന് അവരുടെ സഖ്യരാജ്യങ്ങൾ, അലയൻസ് പാർട്ട്നേഴ്സും മുഴുവനും നമ്മൾ ഒറ്റപ്പെടുത്തുക. അതാണ് ബേസിക്കലി ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ ഗവൺമെൻറ്റും. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇന്ന് സെറ്റ് ബാക്ക് ഉണ്ടായി ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അതുകൊണ്ടാണ് ഇനിഷ്യൽ വീഡിയോ മുതൽ ഞാൻ പറയുന്നത് സെറ്റിൽ ചെയ്യണം ഈ ഇഷ്യൂ. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാം സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ്. പൂർണ്ണമായിട്ട് അമേരിക്ക അത് തള്ളിക്കളഞ്ഞു. ആ അമേരിക്കയുടെ ലക്ഷ്യമുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അമേരിക്കയുടെ ലക്ഷ്യമുണ്ട്, അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെ ഹരിക്കുന്ന രീതിയിൽ ഏത് രാജ്യം പോയാലും അവൻ വെറുതെ വിടത്തില്ല. അതാണിപ്പോൾ ഇന്ത്യയോട് കാണുന്നത്, അതാണിപ്പോൾ റഷ്യയോട് കണ്ടത്. റഷ്യ ഇതേപോലെ ചെയ്യാമെങ്കിൽ അവർ ഏത് രാജ്യത്തെ ചെയ്യാമെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവ് വന്നല്ലോ. അത് ലോകത്തിനോട് കൊടുക്കുന്ന മെസ്സേജാണ്. അവരാണ് ഭരിക്കുന്നത്, അവരുടെ അനുസരിച്ച് പോയിട്ട് വേണം ബാക്കിയുള്ള രാജ്യങ്ങൾ. അവരാണ് തീരുമാനിക്കുന്നത്. അതായത് മൾട്ടി പോളാർ അല്ല. ഇന്ത്യയുടെ ജയശങ്കർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയും മൾട്ടി പോളാർ. അതൊന്നുമല്ല, യൂണിപോളാറാണ്. അതാണ് ലോകത്തിലെ പോക്ക്. അതാണ് ലോകത്തെ റഷ്യൻ എപ്പിസോഡോടുകൂടി അമേരിക്ക കാണിച്ചു തന്നത്. അതാണ് ട്രംപ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഞാൻ വെറുതെ അമേരിക്കൻ താല്പര്യം കൊണ്ട് പറയുന്നതല്ല. ഇതിൻ്റെ അകത്ത് ഇന്ത്യ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുണ്ട്. കാരണം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുക. അവരോട് പിണങ്ങുവാണെങ്കിൽ അവൻ വല്ലാത്ത സ്വഭാവക്കാരന്. സിമ്പിളായിട്ട് അവൻ്റെ പണമുണ്ട്, അവൻ്റെ പവറുണ്ട്, അവൻ്റെ മിലിറ്ററി പവറുണ്ട്, അവൻ്റെ കയ്യിൽ ടെക്നോളജിയുണ്ട്. ലോകം മറ്റുള്ള രാജ്യങ്ങളെല്ലാം അവൻ പറയുന്നതേ കേൾക്കുകയുള്ളൂ. റഷ്യൻ ഫ്ലീറ്റ് കൊണ്ടുപോയിട്ട് അറേബ്യൻ രാജ്യങ്ങളും മിണ്ടിയില്ല, യൂറോപ്യൻ രാജ്യങ്ങളും മിണ്ടിയില്ല, ആരും മിണ്ടത്തില്ല. അത്രയേ ഉള്ളൂ. അതിനേക്കാളും ന്യൂസിലൻഡ് പ്രസിഡന്റിനെ കൊണ്ടുപോയിട്ട് ആരും മിണ്ടിയില്ല.
ഇറാനിൽ കൊണ്ട് അമേരിക്ക ബോംബ് ചെയ്ത്. റഷ്യ മിണ്ടിയില്ല. ഇത്രയേ ഉള്ളത്. ചൈനയും മിണ്ടിയില്ല. ഇത്ര മാത്രമേ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതായത് ട്രംപിന് ഈ അമേരിക്ക പറയുന്നത് കുറച്ച് വർഷം കൂടി ഇത് നടക്കത്തുള്ളൂ. അല്ല, ചൈനയെ അവർ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. പിന്നീടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പിംഗ് നേഷന്റെ കാര്യം. നമ്മുടെ വിശ്വഗുരു എവിടെ പോയി? ഭയങ്കര സംഭവമാണെന്നല്ലേ പറഞ്ഞു. എവിടെ പോയി? ഒന്നും അല്ലാതായിപ്പോയി. 500% ടാരിഫും കൂടെ കയറി തലയിലോട്ട് വരിക. ലോകത്തുള്ള ഇന്ത്യക്കാരെ മുഴുവൻ ഇനിയും ഉണ്ടാകാൻ പോവുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയാം, അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത്. അതവർ ലോകത്തിന് പ്രൂവ് ചെയ്ത് കൊടുത്തു. വെസൽസ് ഗ്രീൻലാൻഡ് ഒരു രാജ്യം പിടിക്കുമെങ്കിൽ രാജ്യം പിടിക്കൂ, അവരതങ്ങ് ചെയ്തോളൂ. ബാക്കിയുള്ളവരത് ഫോളോ ചെയ്തോണം. അവരത് സ്പെസിഫൈ ചെയ്യാൻ, ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഒരു രാജ്യത്തും പോയിട്ടില്ല. ഇന്ത്യ അയക്കുന്ന പോലെ ഡെലിഗേറ്റ്സിനൊന്നും അവരെവിടെ അയച്ചൊന്നുമില്ല. വെനസ്വേലയും പോലും നിങ്ങൾ അയച്ചു, അയച്ചൊന്നുമില്ല. പിടിച്ചു എടുത്തു, പറഞ്ഞു വിട്ട് ഞങ്ങളുടെ കോർട്ടിൽ ഞങ്ങൾ കൊണ്ടു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഓയിലിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും. എങ്ങനെ വിൽക്കണം, എങ്ങനെ വിൽക്കണ്ട, ഞങ്ങൾ ഇത്ര എടുത്തോളാം. അതിൻ്റെ ഇത്ര ശതമാനം ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത് അവരെ ശരിയാക്കിയെടുക്കാം. അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാം. വളരെ സിമ്പിൾ. അമേരിക്കയാണ് ഈ ലോകം ഭരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അടിമയായിട്ട് കഴിയണമെന്ന് അമേരിക്ക റഷ്യൻ ഷിപ്പ് പിടിച്ചോടുകൂടി ലോകത്തിൽ കാണിച്ചു കൊടുത്തു. ഇതാണ് ലോകം മനസ്സിലാക്കിയ ഒരു ഗെയിം. അമേരിക്കയെ ചലഞ്ച് ചെയ്യരുത്, ചെയ്താൽ അനുഭവിക്കും. റഷ്യക്ക് പോലും ആ പണി കിട്ടി. സിമ്പിളായിട്ട് അത് മനസ്സിലാക്കിയിരുന്നാൽ എല്ലാവർക്കും നല്ലത്.